ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കണക്ക് ഈ കുഞ്ഞിപ്പുഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നതുണ്ടോ? ഇത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഏട്ടൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ മുറ്റം കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡായതുകൊണ്ട് വൈദ്യുതി ഇതുപോലെ ഓടിച്ചാടി നടക്കാനുള്ള സാഹചര്യമൊന്നും അവിടെ കിട്ടാറില്ല. ഇവിടെ ആകുമ്പോൾ മെയിൻ റോഡല്ല, അതുപോലെ വണ്ടികളും കുറവാണ്. ആ അവസരം ആൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയലിലേക്കാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് അമ്പലത്തിന് തൊട്ട് താഴെയായിട്ട് വയലാണ്. വീട്ടിൽ വന്നാൽ എപ്പോഴും ഒരു വയൽ വിസിറ്റ് എനിക്കുള്ളതാണ്. കാര്യമായിട്ടൊന്നും കാണാനൊന്നും ഇല്ലെങ്കിലും പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇന്ന് ഞങ്ങളുടെ കൂടെ അമ്മയും കൂടിയുണ്ട്. ഞാനും അമ്മയും എൻ്റെ ഏച്ചിയുടെ 2 മക്കളുമാണ് പോയത്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഞാൻ എന്നെ ഒന്ന് വീഡിയോയിൽ കാണിച്ചോട്ടെ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് ധൈര്യമായിട്ട് കാണിച്ചോ, നിന്നെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വൃത്തിയും മെനയൊക്കെ ഉണ്ടെന്ന്. ഞാൻ സെൽഫി എടുക്കുവാണെന്ന് കരുതി ഓടി വന്നതാണ് മീനുട്ടി. വയലിലെത്തിയപ്പോഴാണെങ്കിലോ കാല് വയ്ക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ബാക്കി 2 സൈഡിലും മുഴുവനും പുല്ലുമൂടി കിടക്കുമായിരുന്നു. തോട്ടിലൊക്കെ വെള്ളം വളരെ കുറവാണ്. അല്ല, ഇപ്പം അങ്ങനെ വെള്ളം ഉണ്ടാകുന്ന ടൈമും അല്ല. എന്നാലും അതിലുള്ള മീനുകൾക്ക് ജീവിച്ചു പോകാനുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് മീനുകളെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അല്ല, എന്നാലും മീനുകൾ അവിടെ ഉണ്ട്. നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വയലിലിപ്പോൾ കാര്യമായിട്ട് കൃഷിയൊന്നുമില്ല. നേരത്തെ ഇവിടെ കപ്പയും അതുപോലെ തന്നെ വാഴയൊക്കെ ഇഷ്ടംപോലെ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാട്ടുപോത്തും മുള്ളമ്പന്നിയൊക്കെ വന്ന് അതൊക്കെ നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് ആൾക്കാരിവിടെ കൃഷി ചെയ്യുന്നത് കുറച്ച് കുറവാണ്. ഇഷ്ടം പോലെ തെങ്ങും കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നത് ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാനാണെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. അത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തിരുന്നത് എൻ്റെ ഏച്ചിയുടെ മോളാണ്. എന്തിൻ്റെ ആവശ്യത്തിനാണ് അവൾ ആ പശുവിനെ ഫോക്കസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. വയലിൽ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ പശുവിനെയും ഈ പച്ചപ്പും ഹരിതാപയൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. വയലിൽ വല്ല ഓലയും മടലും ഒക്കെ വീണ് കിടക്കുന്നുണ്ടോ എന്നറിയാനാണ് പോയത്. എൻ്റെ അമ്മയ്ക്ക് വിറകിന് കുറച്ച് ക്ഷാമമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ സംഘടിപ്പിക്കാമെന്ന് കരുതി. ഇത് ഏരിയയിൽ പതിവാണ് കേട്ടോ. ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കത്തിക്കാനൊക്കെ വിറക് സംഘടിപ്പിക്കുന്നത്. ഇത് വയലിൻ്റെ അങ്ങേയറ്റത്തുള്ളൊരു വീടാണ്. ആ വീട്ടിലേക്കുള്ള വഴിയിൽ മുഴുവൻ ലക്കി ബാമ്പും പിന്നെ ദാണ്ടെ ആ കാണുന്ന കളർ ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു രസം തോന്നി, അതും കൂടി നിങ്ങളെ കാണിക്കാൻ കരുതി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഓക്കെ.